അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച്. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച്. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വഴിയിൽ തളർന്നിവർ വീണിടാതെന്നും വചനം പാഥേയമായി നൽകണേ. വഴിയിൽ തളർന്നിവർ വീണിടാതെന്നും വചനം പാഥേയമായി നൽകണേ. ആരാധ്യനാഥനെ പാടി സ്തുതിക്കാൻ നാവിൽ നവഗാനം പകർന്നു നൽകണേ. ആരാധ്യനാഥനെ പാടി സ്തുതിക്കാൻ നാവിൽ നവഗാനം പകർന്നു നൽകൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവോസ്തിരൂപനായി മാറുന്ന നേരം തിരുമുൻപിലർപ്പിക്കും കാഴ്ചകളെ. തിരുവോസ്തിരൂപനായി മാറുന്ന നേരം തിരുമുൻപിലർപ്പിക്കും കാഴ്ചകളെ. കനിവോടെ സ്വീകരിച്ചീദാസരെ നീ കന്മഷഹീനരായി മാറ്റേണമേ. കനിവോടെ സ്വീകരിച്ചീദാസരെ നീ കന്മഷഹീനരായി
സന്തോഷത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ദിനമാണ്. നമ്മുടെ ഇടവകയിലെ കുട്ടികൾ കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന ദിവസമാണ്. കുട്ടികൾ നീണ്ട നാളത്തെ പഠനത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന് ഈശോയെ സ്വീകരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഇന്ന ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇവരുടെ ക്രൈസ്തവ ജീവിതം ദൈവാനുഗ്രഹത്താകുവാനായി നമുക്ക് പ്രത്യേകമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മോടൊപ്പം ബലിയർപ്പിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവിടെ വന്നിരിക്കുന്നത് ഫാദർ സ്റ്റാൻഡോ തോമസ് വടിപ്പറമ്പിലാണ്. അച്ഛൻ ഇപ്പോൾ മാഞ്ചസ്റ്ററിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. അച്ഛൻ ഉച്ചയിൽ ഒരു ഉപകാരനാണ്, എൻ്റെ രൂപതയിലാണ് അച്ഛൻ. ഞങ്ങൾ ഒരു ബാച്ചുകാരാണ്. നാട്ടിലെ അച്ഛൻ്റെ ഇടവക മുണ്ടത്താറാണ് ചങ്ങനാശ്ശേരി. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സെൻറ് ജോസഫ് മിഷനിലേക്ക് അർത്ഥവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്ന് ചേർന്ന് ഭക്തിയോടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാം. ക്രിസ്തുവാകുന്ന യഥാർത്ഥ വെളിച്ചം എന്നും ക്രിസ്തുവിൻ്റെ ജീവനിൽ നമ്മൾ പങ്കാളികളാകുന്നുവെന്നും ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടാകുന്നുവെന്നും സൂചിപ്പിക്കുന്നതിന് വൈദിക ദീപം തെളിക്കുന്നു. മധുബഹായിൽ ജനങ്ങൾ ദിനാപൂർവമായി നിന്നുകൊണ്ട് കാർമികർ കത്തിച്ച തിരി കൈകളിൽ പിടിച്ച് ചെല്ലുന്നു. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. Dear children, through the sacrament of holy baptism, you became children of God and members of the mystical body of Christ, the church and the inherited heaven. On that occasion, your godparents proclaimed the faith in your name. Today, as you stand here to receive Jesus into your heart, do you wish to proclaim the same faith? Do you believe in God Almighty, who created heaven and earth? Do you believe in Jesus Christ, His only Son, our Lord, who was conceived by the Holy Spirit, born of the Virgin Mary, suffered under Pontius Pilate, was crucified, died, and was buried? He descended to the dead. Yes, I do. Do you believe in the Holy Spirit, the Holy Catholic Church, the communion of saints, the forgiveness of sins, the resurrection of the body, and the life everlasting? yes, Do you renounce the devil, his actions, and all his enticements? Dear children, may God accept your promises and bless you. You should never forget your promises that you have been made at the time of your baptism and renewed it today. As your body is well adorned and beautiful dresses, may your soul be well adorned with the divine graces and blessings. Praise God, let's praise God, because you are invited to receive the precious body and blood of Jesus, the bread from heaven. May Jesus live in you today and all throughout your life. തിരികെ
മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്നേഹനാഥനായ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ശരീരത്തിൻ്റെ പ്രാർത്ഥനകൾ കുട്ടികളുടെ മാതാപിതാക്കൾ ഏൽപ്പിച്ചിരുന്നു. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങയെ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ.
ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീരരക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിനായിരിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കുകയും
കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വിശ്വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മനുഷ്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ എന്നേക്കും. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 17-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരു വർഷം. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞ എനിക്ക് കുഞ്ഞ് ജനിക്കുമോ? 90 എത്തിയ സാറ എന്നെ പ്രസവിക്കുമോ? അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മയേൽ അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി. അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കുവാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിബന്ധിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കുവാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും.
സഹായിക്കണമേ. അതുവഴിയാണ് ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ ശ്രവിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും ഉപേക്ഷയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കടൽ തീരത്ത് വെച്ച് ഈശോ വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിൽ അഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നു കളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുറിച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞുപോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെട്ടിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. സോളം ഹോളി കമ്മ്യൂണിയൻ. ഈ കുഞ്ഞുങ്ങൾ മാമോദിസ വേളയിൽ ഈശോയെ സ്വീകരിച്ചു. ഇന്ന് ഇവർ തിരിച്ചറിവോടുകൂടി
സ്വീകരിക്കുവാനും വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ പറയുന്ന വാക്ക് ഹോളി കമ്മ്യൂണിയൻ. ഈ കുഞ്ഞുങ്ങളുടെ മാത്രമാണോ ഹോളി കമ്മ്യൂണിയൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ ഉത്തരം? കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, ഓരോ കുർബാനയിലും പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹോളി കമ്മ്യൂണിയനാണ്. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമല്ല, മറിച്ച് ഇത് അനുദിന സംഭവമായി നമ്മൾ ആഘോഷിക്കേണ്ട ഒരു രഹസ്യമാണ് ഹോളി കമ്മ്യൂണിയൻ. നമ്മൾ പങ്കെടുക്കുന്ന ഓരോ കുർബാനയിലും, നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിയിലും ഈ ഹോളി കമ്മ്യൂണിയൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. The word meaning is communion. Become one with Jesus. ഈ കുർബാനയുടെ ലക്ഷ്യം തന്നെ ഇത് തന്നെയാണ്. നമ്മളൊക്കെ എന്തിനാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പറയും, ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, എൻ്റെ ജോലിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പഠനത്തിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ പല നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്ന് പറയും. പക്ഷേ അതൊന്നുമല്ല ശരിയായ ലക്ഷ്യം. കുർബാനയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവവുമായി ഒന്നായി തീരുക. ബിക്കം വൺ വിത്ത് ജീസസ്. ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, those who eat my flesh and drink my blood, I in him and he in me. ഇത് ഒന്നായി തീരുകയാണ്. Not sitting together as you are. It's not like that. Becoming one with Jesus. ഓരോ കുർബാന സ്വീകരണത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ ഈശോയുമായി ഒന്നായി തീരുന്നു. There is no more myself but Jesus lives in me. ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ആ ഒരു വലിയ രഹസ്യത്തിലേക്ക്, ആ വലിയ അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായി അതിനെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കേണ്ട ഒരു വലിയ ആഘോഷമാണ്, ദിവ്യ രഹസ്യമാണ്. നിങ്ങൾ ഇന്ന് വലിയ വലിയ വിരുന്നുകൾ, ബാങ്ക്വറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. ബട്ട് ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് banquet that we enjoy, that is prepared by Jesus himself. This is a heavenly banquet. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്നാണ്. ഈ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് ഈശോ തന്റെ ശരീരവും രക്തവും, his own body and blood is given as banquet and we are going to enjoy it. സോ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ വിരുന്ന്, അതിനേക്കാൾ വലിയൊരു വിരുന്ന് നിങ്ങളുടെ സദ്യകളല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ യു മേ ബി ഓൾസോ റിസീവിംഗ് ഗിഫ്റ്റ്സ് ഫ്രം യുവർ റിലേറ്റീവ്സ് ആൻഡ് ഡിയർ വൺസ്. People may give you some gifts on this occasion when you are in the hall or when you are in the party, but that is not something valuable. The most valuable gift that you are going to receive is Jesus himself. ഈശോ തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട്, ഏറ്റവും വലിയ ദാനമായിട്ട്, സമ്മാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. So the greatest gift that you are going to receive is Jesus himself. The greatest banquet that you are going to partake is Holy Communion itself, his own body and blood. ഇതാണ് പരിശുദ്ധ കുർബാന സ്വീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ വചനഭാഗങ്ങളും അത് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആദ്യത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു, നാം ആരും ആക്സിഡന്റലി വന്നവരല്ല, ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. ഈ കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളായ നമ്മളും സഹോദരങ്ങളായ നമ്മളും ഒക്കെ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. Nobody is accidental here. ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് ഒരു ജീവൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത്, നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന ഒരു സന്ദേശമാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. മറ്റു വായനകളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, പലതരത്തിലുള്ള വിത്തുകൾ, പലതരത്തിലുള്ള നിലങ്ങളിൽ വീഴുന്ന വിത്തുകളെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. The seed is one and the same. Seed is word of God itself.
4 തരത്തിലുള്ള നിലങ്ങൾ, ഗ്രൗണ്ട്സ്, the 4 types of grounds are in the community itself. ഈ കൂട്ടായ്മയിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ ഈ പലതരത്തിലുള്ള നിലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ 4 തരത്തിലുള്ള നിലങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ തരത്തിലുള്ള നിലങ്ങൾ ഏതാണ്? വഴിയരികിൽ വീണ വിത്താണ്. വഴിയരികിൽ മേ ബി സോ മച്ച് ഡിസ്ട്രാക്റ്റഡ്. ഇന്നത്തെ കാര്യങ്ങളെ, ബാക്കി കാര്യങ്ങൾ എങ്ങനെ നടക്കും, പാർട്ടി കൃത്യമായിട്ട് തുടങ്ങുവാൻ പറ്റുമോ, അവിടെ ഫുഡ് കൃത്യമായിട്ട് എത്തുമോ എന്നുള്ള ചിന്തകളുമായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വഴിയരികാണ്. കാരണം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുവാൻ നമുക്ക് സമയമില്ല. വി ആർ സോ മച്ച് ഡിസ്ട്രാക്റ്റഡ്. ഇനി മുന്നോട്ട് വരുന്ന കാര്യങ്ങളോ പഴയ കാര്യങ്ങളോ ഓർത്തുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രിയോക്യുപ്പൈഡ് ആകുമ്പോഴത്തേന് നമ്മൾ വഴിയരികാകുകയാണ്. വി കനോട്ട് റിസീവ് ദ വേർഡ്. ആ സീഡ് സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറാകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ തരത്തിലുള്ള സീഡ് എന്ന് പറയുന്നത് പാറപ്പുറത്താണ്. പാറപ്പുറത്ത് വീഴുന്ന സീഡുകളാണ്. അവിടെ പെട്ടെന്ന് ആഴമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അത് വളർന്നു പോകുന്നുണ്ട്. അത് ആ തരത്തിലുള്ള സീഡുകളും ഇവിടെ, ആ നിലങ്ങളും ഇവിടെ കാണും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സൈറ്റ്മെന്റ് ആണ്. വിത്ത് എ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻ യു ആർ ഹിയർ. അതുകൊണ്ട് എന്തൊരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ക്യൂരിയോസിറ്റിയോടുകൂടി കേൾക്കുവാനും അതൊക്കെ ഒന്ന് അനുസരിക്കുവാനും ഒക്കെ ശ്രമിക്കാം. പക്ഷെ പെട്ടെന്ന് ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ പെട്ടെന്ന് അത് തീർന്നു പോകുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് പാറപ്പുറത്ത് വീഴുന്നു, അത് പെട്ടെന്ന് മുളച്ചു പോകുന്നു. പക്ഷേ ആഴമില്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകളുടെ കാര്യം പറയുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞെരുക്കങ്ങൾ ഉണ്ടായപ്പോൾ അത് ഫലം ചൂടാതെ പോകുന്നു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. അതും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് സ്വീകരിച്ചു, നമ്മൾ വചനം സ്വീകരിച്ചു, മുന്നോട്ട് പോകുവാൻ വേണ്ടി നോക്കുമ്പോഴത്തേന് ദ ലൈഫ് വിത്ത് ജീസസ് ഈസ് ഡിഫിക്കൽട്ട്. മുന്നോട്ട് പോകുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നു. ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. പഠിച്ച പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ നമുക്ക് ചെല്ലുവാൻ സാധിക്കുന്നില്ല. കുടുംബപ്രാർത്ഥനയിൽ പോലും പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. പല പ്രലോഭനങ്ങളാണ്, പല ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ ഞെരുക്കിക്കളയുമ്പോൾ അവിടെയും ഫലം ചൂടാതെ പോവുകയാണ്. ബട്ട് ദർ ഈസ് എ ഫോർത്ത് ടൈപ്പ് ഓഫ്, അത് നല്ല നിലമാണ്. അവിടെ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല നിലമായി മാറുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല നിലമായി മാറുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അവിടെയും 30 മേനിയും 60 മേനിയും 100 മേനിയും എന്ന് പറയുമ്പോൾ there is no comparison. Like you, she cannot pray. Like you, he cannot sing. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾക്കനുസരിച്ച്, ദൈവം നൽകിയിരിക്കുന്ന കൃപകൾക്കനുസരിച്ച് ഓരോരുത്തരും അവനവന്റെ രീതിയിൽ പ്രയത്നിക്കുക. Take effort to be with the Lord. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. മറിച്ച് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കഴിവനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യുവാൻ പറ്റും, എനിക്ക് എങ്ങനെ എൻ്റെ ഈശോയുമായിട്ട് ഒന്നായി ചെയ്യുവാൻ സാധിക്കും എന്നതിനെ കുറിച്ച് you need to think about how to be with the Lord. Not like he, not like she. How can I become one with God? എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു കമ്പാരിസൺ നമുക്ക് നടത്തേണ്ട കാര്യമില്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തോട് ഒന്നായി തീരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണം. ഇതിന്റെ ബാക്കിപത്രമായിട്ടാണ് 3ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. ഹൗ ടു പ്രിപ്പയർ ദ ലാൻഡ്. ഈ വചനം സ്വീകരിച്ചുകൊണ്ട് ഫലം ചൂടുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ എങ്ങനെയാണ് നല്ല നിലങ്ങളാക്കി മാറ്റേണ്ടത് എന്ന് 3ാമത്തെ വായനയിൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഹെബ്രായരുടെ ലേഖനത്തിലാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വചനം എന്ന് പറയുന്നത് ഇരുതല വാളാണ്. അത് ഹൃദയങ്ങളെ ഭേദിക്കുന്നു. വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന, വിചാരങ്ങളെയും നിയോഗങ്ങളെയും ജഡ്ജ് ചെയ്യുന്ന ഒരു ഇരുതല വാളാണ് വചനം എന്ന് പറയുകയാണ്. സോ നമ്മൾ ഹൃദയനിലങ്ങളെ ഒരുക്കേണ്ടത് നമ്മുടെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടാണ്. വിചാരങ്ങൾ, മേ ബി വി ആർ തിങ്കിങ് അബൌട്ട് സംതിങ്, നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും ചിന്തിക്കുന്നു.
ചിന്തിക്കുന്നു. ചിന്തകൾ ഒത്തിരി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായ പ്ലാനിങ് നടത്തുന്നു, വിചാരങ്ങൾ ധ്യാനിക്കുന്നു. അതെന്താണ്? മറ്റുള്ളവർക്ക് തിന്മ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും യു തിങ്ക് അബൌട്ട് എനി ഈവിൾ തിങ്സ് ഓർ യു തിങ്ക് അബൌട്ട് എനിത്തിങ് ഫിൽത്തി, യു തിങ്ക് അബൌട്ട് എനിത്തിങ് ഡൂയിങ് ബാഡ് ടു അതേഴ്സ്. ഇതൊക്കെയാണ് തിന്മയായ വിചാരങ്ങൾ. ആ വിചാരങ്ങൾ ഉള്ളിൽ വെക്കുന്നു. ദാറ്റ് ബിക്കംസ് എ നിയോഗം, ദാറ്റ് ബിക്കംസ് ആൻ ഇന്റൻഷൻ. അത് ആ ഒരു ലക്ഷ്യത്തോടു കൂടി അവരോട് പെരുമാറുകയും ബിഹേവ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ദൈവം അതിനെ ന്യായം വിധിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിലങ്ങളാണ് ഫലം ചൂടാതെ പോകുന്നത്. മറിച്ച് നമ്മുടെ വിചാരങ്ങളെ ശുദ്ധീകരിക്കണം. അങ്ങനെ നമ്മുടെ നിയോഗങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. സോ തിങ്ക് ഓൺലി അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ലെറ്റ് us remove all the distractions, all the evil things, all the bad feelings from our mind. Replace it with the Lord. Receive the word of God in your heart. Then it will become a good ground. നമ്മുടെ ഹൃദയനിലങ്ങൾ വചനത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഇപ്രകാരമാണ്. നമ്മുടെ വിചാരങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുക്കാം. അങ്ങനെ ആ ഹൃദയനിലങ്ങളിൽ വചനം പുഷ്പിക്കുകയും അവിടെ വിളവ് നൽകുകയും ചെയ്യട്ടെ. ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ദൈവവുമായി ഒന്നായി ചേരുന്ന ആ ഒരു വലിയ ദൈവിക അനുഭവത്തിലേക്ക് നമുക്ക് വളരാം. അങ്ങനെ ദൈവവുമായിട്ട് ഒന്നായി തീരുന്ന ഒരു കൂട്ടായ്മയായിട്ട്, ഒരിടയനും ഒരു ആട്ടിൻ പറ്റവും എന്ന രീതിയിൽ ദൈവവുമായി ഒന്നായി തീരുന്ന ഒരു നല്ല കൂട്ടായ്മയുള്ള, ഐക്യമുള്ള കൂട്ടായ്മ ഇടവക സമൂഹമായിട്ട് നമുക്ക് വളരുകയും ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. The sacrament of confirmation today, I humbly ask for your prayers. May the gifts and fruits of the Holy Spirit continue to grow and flourish in my life. May the Holy Spirit guide my thoughts, words and actions, strengthen my faith, deepen my love for God and others, and help me to be a faithful witness to Christ in all that I do. Lord, hear us. Loving Jesus as I receive you for the first in Holy Communion, fill my heart with faith and trust in your presence. Help me to always believe in your love for me and guide me to follow your path of rightness. May your Holy Spirit strengthen my faith each day. Dear Eucharistic Lord, I pray for my family who supports me and loves me. Bless my parents, siblings and all my relatives, that they may feel your loving presence in their lives. Guide us to grow together in faith, hope and love, and help us to always seek your grace and peace. Jesus, my Savior, I bring my friends before you today. Bless them with your love and grace and help us to be kind and supportive of one another. May we share the joy of knowing you and always encourage each other to live holy lives. Heavenly Father, I pray for our singers, missions, our priests and all who serve your altar. Fill them with your wisdom and strength and help them to lead us closer to you through the sacraments. May our mission be a place of love, peace and spiritual growth.
Lord Jesus Christ, as I receive you in the Eucharist, I pray for peace and love in the world, that all children and families, especially those in need, guide the leaders of the nation to work for justice and harmony. Help us all to be instruments of your peace and to spread your love wherever we go. Lord, hear us. Let us commend ourselves and one another to the Father, the Son, and the Holy Spirit. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്വൈകവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. That all who become tired and sealed with the sign of God, participate in these holy mysteries attentively and devoutly. Let
ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാമോദിസയിലൂടെ മകനായി പരിശുദ്ധാത്മാവിനെ മകൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസന് വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷിക്കാം. പ്രാർത്ഥനകളായ ശിഷ്യനെ പോലെ ഈ ദാസനായി വിശ്വാസത്തോടെ അംഗീകരിക്കപ്പെടുവാനും ഈ മകനെ ശക്തനായി അപേക്ഷിക്കുന്നു. വിശ്വാസത്തിൽ ഈ മകനെ വളർത്തുന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഉപകാരികളെയും അങ്ങനെ പ്രതികളാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എല്ലാവരെയും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഈ മകനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഈ ദാസൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കാൻ, ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയിക്കാൻ ഈ ദാസൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മനുഷ്യക്ഷമയ്ക്ക് സൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ മകനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരായ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നത്
പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർണ്ണതയാൽ കാർമികൻ ഈ ദാസനെ കുതിരനാക്കാൻ വന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസന് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. മാമോദീസായുടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിലുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. ആബാപിതാവേ അങ്ങയെ വിളിക്കാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസനുമായി ജീവിക്കാൻ ഈ മകനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മകനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കാൻ ഈ ദാസന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേയും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച ജോഷുവ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയും ഈ ദാസൻ ആരംഭിച്ചിരിക്കുന്ന മതജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിൽ ഒന്നിടെ പ്രസരിപ്പിക്കുവാൻ ഈ ദാസനെ ഇടയാവുകയും ചെയ്യട്ടെ. Oh
ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ബലിപീഠത്തെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
dissensions and conflicts. Let us free our souls from enmity and hatred. Let us receive the Holy Cabana and be sanctified by the Holy Spirit. Let us receive these sacred mysteries in peace and unity with one another. O Lord, may these mysteries be for the resurrection of our bodies and the salvation of our souls. Let us pray, peace be with us.
തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായേ, നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പവിത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നിനക്ക് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥാ എന്നേക്കും. മാതാവിനും പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കാം. കുട്ടികൾ കരങ്ങൾ കൂട്ടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സുരക്ഷത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മാധ്യസ്ഥം യോഗ്യതകൾ മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ മാതാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി മാതാവിനെ ഓർത്ത് കുണ്ടകളും ബന്ധികവും കാർമികം ചെയ്യുന്നതാണ്. കുട്ടികൾ മുന്നോട്ട് വന്ന് പരിശുദ്ധ കന്യാമരത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ദൈവത്തെയും ബന്ധിക്കുകയും ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉത്ഥാനത്തെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എനിക്കെന്റെ രക്ഷക മുഖമൊന്നു കാണണം,
കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. എനിക്കെൻ്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. ഈ മഹാപാപിതൻ കുറ്റങ്ങളൊക്കെയും ചുമലിൽ വഹിച്ചവനല്ലോ, കുരിശായി ചുമന്നവനല്ലോ. എനിക്കെൻ്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. പീഡനമേറ്റു നീ നൊമ്പരപ്പെട്ടപ്പോൾ വന്നില്ല നാഥ ഞാൻ നിന്റെ ചാരേ. പീഡനമേറ്റു നീ നൊമ്പരപ്പെട്ടപ്പോൾ വന്നില്ല നാഥ ഞാൻ നിന്റെ ചാരേ. കുരിശും ചുമന്നു തളർന്നു നടന്നപ്പോൾ ഓടിയകന്നു ഞാനേറെ ദൂരെ. കുരിശും ചുമന്നു തളർന്നു നടന്നപ്പോൾ ഓടിയകന്നു ഞാനേറെ ദൂരെ. ഓടിയകന്നു ഞാനേറെ ദൂരെ. എനിക്കെൻ്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. തീർത്ഥമൂന്നാണി നിന്നെ ബന്ധിച്ചപ്പോൾ നിണം വാർന്നു ദാഹിച്ചു കേണ നേരം. ഞാൻ തീർത്ഥമൂന്നാണി നിന്നെ ബന്ധിച്ചപ്പോൾ നിണം വാർന്നു ദാഹിച്ചു കേണ നേരം. എല്ലാം മറന്നെൻ്റെ നന്ദി മറന്നു ഞാൻ ഏകനായാനന്ദം തേടി ദൂരെ. എല്ലാം മറന്നെൻ്റെ നന്ദി മറന്നു ഞാൻ ഏകനായാനന്ദം തേടി ദൂരെ. ഏകനായാനന്ദം തേടി ദൂരെ. എനിക്കെൻ്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. ഈ മഹാപാപിതൻ കുറ്റങ്ങൾ. Good afternoon, everyone. Look around the room. Today is a day of
their first Holy Communion. It's a day they'll remember for the rest of their lives, but they didn't get here alone. It truly takes a whole community, and today we want to say a massive thank you to our incredible community. First and foremost, we want to extend our deepest gratitude to Father Chicho. Thank you, Father, for leading us through this sacred sacrament with such grace, warmth, and patience. Alongside Father Chicho, we would like to express our heartfelt thanks to Father Stanto for celebrating this beautiful Holy Mass with us. Thank you for your time, your prayers, and for blessing our children as they receive Jesus for the very first time. Our community. Thanks to our wonderful teachers, Sonia Uncle, Elizabeth Auntie, Bruce Auntie, Rosalie Auntie, Barbara Marsh, and all the other teachers. You are the ones who poured your hearts into the classroom. You answered the tricky questions. You kept a room full of energetic children focused and nurtured their faith from a tiny seed into what we saw today. Teach us the steps, you taught us the meaning behind the sacrament. Thank you for your dedication, your long hours, and your heart. We also want to acknowledge and thank our Board of Trustees, Sibi Uncle, Abraham Uncle, Sony Uncle, Rosalie Auntie. Behind every vibrant community and church is a dedicated team quietly guiding the way from behind the scenes. Thank you for your steady leadership, your constant support, and for creating a safe, joyful, faith-filled environment for our children to blossom. We owe a debt of gratitude to our altar servers for their tireless efforts during today's Holy Communion service. You did a phenomenal job ensuring everything was seamless and orderly. Your commitment is deeply appreciated. To our phenomenal choir, St. Augustine said, singing is praying twice, and today you've truly lifted our hearts into heaven. Thank you for sharing your and making the ceremony so deeply moving. To parents and guardians, you got them here on time, dressed beautifully, looking their absolute best, but more importantly, you were their first teachers of faith. Every quiet prayers, every Sunday routine, and every small lesson in kindness have paved the path to this beautiful moment. Dear Food Committee members, Foley Uncle, Cletus Uncle, Mason Uncle, Johnny Uncle, and all other members on behalf of the entire church family, I wish to extend our profound gratitude to each of you for the reception you prepared following our Holy Communion service. Your dedication transformed a simple gathering into an incredible and welcoming celebration. To our blessed first communicants, the entire community shares in the immense of your holy day. May the divine peace and sacred joy you experience today develop in your hearts forever, shining brightly as a reminder of God's enduring love. Finally, to all the friends and loved ones gathered in this room, thank you. Your presence is the greatest gift you could give. You are the loving community that will continue to wrap its arms around us as we grow. Having you here to witness this sacred step means the world to us. My sincere apologies if I missed to mention anyone. A resounding round of applause to everyone who worked together to make this memorable day a great reality. Thank you, and may God bless you all.